എനിക്ക് ബോബനോട് കുറച്ച് സംസാരിക്കാനുണ്ട്. എന്നാ അപ്പച്ചന്റെ വല്ല കാര്യമാണോ? ഹാ, ഇവിടുള്ള ഒരപ്പച്ചന്റെ കാര്യ, ബോബൻ അപ്പച്ചന്റെ. നമ്മൾ രണ്ടുപേരും ഇല്ലാത്ത നേരത്ത് ടീന വന്നിരുന്നു ഇവിടെ, ഈ അപ്പച്ചന്റെ കയ്യിൽ നിന്ന് സ്വന്തം കുഞ്ഞിനെ മോചിപ്പിച്ചോണ്ട് പോവാൻ. എന്നിട്ടെന്താ, മോനേക്കാൾ വലിയ മണ്ടത്തരമല്ലയോ അമ്മച്ചിയുടെ കയ്യിലുള്ളത്. അതുകൊണ്ട് ബലം പ്രയോഗിച്ച് എതിർത്ത് ടീന ഓടിച്ചു. അല്ലായിരുന്നെങ്കിൽ ആ കുരിശ് ഒഴിഞ്ഞു കിട്ടിയേനെ. ഓ, അപ്പൊ എന്റെ കുഞ്ഞ് നിനക്കൊരു കുരിശല്ലേ? എന്താ സംശയം? എന്റെ ഭർത്താവുമായോ ഈ കുടുംബവുമായോ ഒരു ബന്ധവും ഇല്ലാത്ത ഏതോ ഒരു കുഞ്ഞ്. അതിനെ 3 നേരം കാണുന്നത് എനിക്ക് കുരിശ് തന്നെയാ. പഴയ പല്ലവ പിന്നെയും ആവർത്തിക്കണ്ട. DNA ടെസ്റ്റും കള്ളത്തരും ഒക്കെ കുറെ കേട്ടതാണ് ഞാൻ. എന്റെ കുഞ്ഞിനെ തിരിച്ചറിയാൻ അങ്ങനെ ഒരു തെളിവിന്റെ പിൻബലം എനിക്ക് ആവശ്യമില്ല. അവന്റെ മുഖം മാത്രം കണ്ടാ മതി. ഇത് തന്നെ റിച്ചിയും പറയുന്നേ. അവൻ പോയി തൊലയട്ടെ. എന്റെ ജീവിതം കുട്ടിച്ചോറാക്കിയ ചെകുത്താനവൻ. അവളും അതെ. ഇനി എങ്ങാനും ഇവിടെ കയറി വന്ന് എന്റെ മോനെ ചോദിച്ചാൽ കൊല്ലു ഞാൻ അവളെ. ഞാനിവിടെ ഉള്ളപ്പോ ടീന വന്ന് കുഞ്ഞിനെ ചോദിച്ച സന്തോഷത്തോടെ ഞാൻ എടുത്തു കൊടുക്കും. എന്താ നോക്കുന്നേ? വെറും വാക്കല്ല. ആ കുഞ്ഞ് ഇവിടെയുള്ള കാലത്തോളം ബോബൻ എന്റെ ഭർത്താവാൻ പറ്റത്തില്ല. ഒന്നുകിൽ ആ കുഞ്ഞിന്റെ അപ്പച്ചൻ, അല്ലെങ്കിൽ ടീനയുടെ ഭർത്താവ്. അങ്ങനെ ഒരു ജീവിതം എന്റെ കൂടെ വേണ്ട. മതിയായി എനിക്ക്. ഓ, അപ്പൊ ഇതൊക്കെയായിരുന്നു നിന്റെ മനസ്സിലുള്ളത്. എന്നോടുള്ള സ്നേഹമല്ല നിനക്ക് പ്രധാനം, ടീനയോടും കുഞ്ഞിനോടുള്ള പകയാ. എനിക്ക് ആരോടും പകയില്ല. ഇനിയെങ്കിലും എന്റെ ജീവിതത്തിൽ നിന്ന് ടെൻഷൻ ഒഴിച്ചു നിർത്തണമെന്നൊരാഗ്രഹമുണ്ട്. ഓഫീസിലും വീട്ടിലും ഒരുപോലെ ടെൻഷനായ പണ്ട് മമ്മിക്ക് സംഭവിച്ചു തന്നെ എനിക്ക് സംഭവിക്കും. സമനില തെറ്റിയ അവസ്ഥ. പറയണത് കേട്ടാ തോന്നും ഇപ്പൊ സമനില തെറ്റിയിട്ടില്ലെന്ന്. നിനക്ക് ഭ്രാന്ത് തന്നെയാ. എന്റെ അമ്മച്ചി ഇവിടുന്ന് ഓടിച്ചു, ഇപ്പതാ എന്റെ മോനെ ഓടിക്കാൻ നോക്കുന്നു. പാരമ്പര്യമായി കിട്ടിയ ഭ്രാന്ത് മാറ്റാൻ ഇപ്പോഴേ ചികിത്സ തുടങ്ങിക്കോ. ബോബൻ, അതേടി, നിനക്ക് ഭ്രാന്ത് തന്നെയാ. ഇത്രയും കാലം കണ്ടു പഴകിയതുകൊണ്ട് എനിക്കും അത് മനസ്സിലായില്ല. ഇപ്പൊ നിന്റെ ഭ്രാന്ത് ഞാൻ തിരിച്ചറിഞ്ഞു. അമ്മയ്ക്ക് മോൾക്ക് ഒന്നിച്ചു തുടങ്ങിക്കോ ചികിത്സ. കുഞ്ഞേ, ഇതാ പാല്. ചൂടാറും മുമ്പ് അങ്ങ് കുടിച്ചാട്ടെ. കുഞ്ഞെന്തിനാ കരഞ്ഞ്? അത് ഡാഡിയെ കുറിച്ച് ഓർത്തു അമ്മണിയമ്മേ. പിന്നെയും പിന്നെ അതിങ്ങനെ ഓർത്താ ഒരു കാലത്ത് സങ്കടം തീരില്ല. അമ്മണിയമ്മയ്ക്ക് എന്നോട് ഇഷ്ടമുണ്ടോ? അയ്യോ, എന്താ കുഞ്ഞ് ഇങ്ങനെയൊക്കെ ചോദിക്കുന്നേ? പണ്ട് പാർവതി കുഞ്ഞിനോടുണ്ടായതിനേക്കാൾ ഇരട്ടി സ്നേഹമായി ഇപ്പൊ കുഞ്ഞിനോട് എനിക്കുള്ളത്. പക്ഷേ എന്റെ മമ്മിക്ക് ഇപ്പൊ എന്നോട് സ്നേഹമില്ലാതായി തുടങ്ങി. അയ്യോ എന്റെ കുഞ്ഞെ, ഇതെന്തു വർത്തമാനമായി പറയുന്നേ? പാർവതി കുഞ്ഞ് ജീവിക്കുന്നത് തന്നെ കുഞ്ഞിനു വേണ്ടിയല്ലേ? കുഞ്ഞല്ലാതെ വേറെ ആരുണ്ട് പാർവതിക്കിനി? എന്നിട്ടാണോ എനിക്കിഷ്ടമില്ലാത്ത ഒരാളെ കൊണ്ട് എന്നെ കല്യാണം കഴിപ്പിക്കാൻ നോക്കുന്നത്? ഇഷ്ടമില്ലാത്ത ആളോ? അപ്പോ നിതിൻ സാറിന് കുഞ്ഞിന് ഇഷ്ടമല്ലേ? ഇഷ്ടമാണ്, പക്ഷേ ഭർത്താവായി കാണാൻ എനിക്ക് പറ്റില്ല. അയ്യോ, അതെന്താ കുഞ്ഞ് അങ്ങനെ? നിതിൻ സാർ നല്ല പയ്യനല്ലേ? പെരുമാറ്റവും കൊള്ളാം, കാണാനും കൊള്ളാം. പിന്നെന്താ കുഞ്ഞിന് ഇങ്ങനെ ഒരു ഇഷ്ടക്കേട്? മനസ്സ് കൊള്ളില്ല, അതുകൊണ്ട് അമ്മണിയമ്മേ. എന്റെ സ്വത്തുക്കളോടും പണത്തോടും മാത്രമേ നിതിന് സ്നേഹമുള്ളൂ, എന്നോടില്ല. എന്റെ ഈശ്വരന്മാരെ, ഇതിപ്പോ പുതിയൊരു അറിവാണല്ലോ. എനിക്കത് നേരത്തെ മനസ്സിലായത് അമ്മണിയമ്മേ. മനസ്സിൽ സ്നേഹമില്ലാതെ ഒന്നിച്ച് ജീവിക്കാൻ കഴിയൂ? അതില്ല. അപ്പോ എനിക്ക് സ്നേഹം തോന്നിയ ആളെ വേണ്ടേ മമ്മി എനിക്ക് കല്യാണം കഴിച്ചു തരാൻ? അപ്പോ കുഞ്ഞിനാരോടോ സ്നേഹമുണ്ടല്ലേ? അതാരാ കുഞ്ഞ്? അമ്മണിയമ്മ എനിക്കൊരു സഹായം ചെയ്യണം. ആദ്യം വേണ്ടത് നിതിന് സ്വത്തുക്കളില്ലാ കണ്ണെന്ന് എന്റെ മമ്മിയെ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം. അതിപ്പോ ഞാൻ എങ്ങനെയാ കുഞ്ഞെ? മമ്മിയോട് അമ്മണിയമ്മ കുറച്ച് കാശ് ചോദിക്കുന്നത് ഞാൻ കേട്ടു. കാശ് ഞാൻ തരാം, എത്ര വേണമെങ്കിലും ചോദിച്ചോളൂ. അയ്യോ കുഞ്ഞെ, പാർവതി കുഞ്ഞ് കാശ് തരാമെന്ന് ഏറ്റതാ. അത് വാങ്ങിച്ചോ? ഇതെന്റെ വകയാണെന്ന് ഞാൻ പറഞ്ഞില്ലേ? പിന്നെ നിതിൻ എന്നോട് സംസാരിക്കുന്നത് അമ്മണിയമ്മ ഒളിച്ചു നിന്ന് കേട്ടതാണെന്ന് പറഞ്ഞാൽ മതി. നിന്റെ സ്വത്തുക്കളും പണവും എനിക്ക് വേണം, അതിനുവേണ്ടി മാത്രം നിന്നെ കല്യാണം കഴിക്കാമെന്ന് ഞാൻ സമ്മതിച്ചേ എന്ന് നിതിൻ എന്നോട് പറഞ്ഞു. അത് അതേപോലെ അമ്മണിയമ്മ മമ്മിയോട് പറഞ്ഞാൽ മതി. ശരി കുഞ്ഞെ,
ഈ തറവാട്ടിൽ സ്നേഹിക്കുന്ന ഒരുപാട് മനസ്സുകളെ കണ്ടറിഞ്ഞോളാ ഞാൻ. സ്നേഹത്തിന്റെ വഴിയിൽ തടസ്സം നിൽക്കുന്നത് പാവമാ. കുഞ്ഞാരെയാ സ്നേഹിക്കുന്നതെന്ന് പറഞ്ഞില്ല. അത് ഞാൻ പിന്നെ പറയാം അമ്മിണിയമ്മേ. മമ്മിയോട് ഇത് പറഞ്ഞ ശേഷം അമ്മിണിയമ്മ അടിവാർത്തി എന്ന കരുമനെ ഒന്ന് കാണണം. എന്നിട്ട് നിതിനോട് എന്റെ മനസ്സിലുള്ള ഇഷ്ടക്കേട് അതേപോലെ കരുമനോട് പറയണം. അതെന്തിനാ കുഞ്ഞ കരുമനോട് പറയുന്നത്? അത് കുഴപ്പമല്ലേ? ഇല്ല, ഞാൻ സ്നേഹിക്കുന്ന ആളെ കരുമൻ അറിയാം. നിതിനോട് എനിക്ക് ഇഷ്ടമല്ലെന്ന് കരുമൻ അയാളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തും. അതിനുവേണ്ടിയാ കരുമനോട് പറയുന്നത്. എങ്കിൽ ഞാൻ പറയാം, കുഞ്ഞ് സ്നേഹിക്കുന്ന ആളെ തന്നെ കല്യാണം കഴിച്ചാൽ മതി. പക്ഷേ ഇക്കാര്യം ഇരുചെവി അറിയരുത്. ഇല്ല, ഇന്ന് തന്നെ അമ്മിണിയമ്മ പോയി കരുമനെ കാണണം. ശരി കുഞ്ഞ്. ഗോപനെന്തിയെ? ഇതെന്നാ പറ്റി അമ്മച്ചി? ഇനി ഒരു കാലത്തും അമ്മച്ചി എന്റെ മുന്നിൽ വരത്തില്ലെന്നാണല്ലോ ബോബൻ പറഞ്ഞത്. ഞാൻ എന്റെ മോനെ കാണാൻ വന്നതാ. അതിനെന്തിനാ മുൻകൂർ അനുവാദം വാങ്ങുന്നേ? എന്നാ അമ്മച്ചി? നിന്റെ ഈ സ്വഭാവം ഒരു കാലത്ത് മാറത്തില്ലയോടാ. രാവിലെയും വൈകുന്നേരവും തെങ്ങും മൂട്ടി വന്ന അപ്പച്ചനെ കാണാമെന്ന് സത്യം ചെയ്തിട്ടല്ലയോ നീ അവിടെ ഇങ്ങോട്ട് പോന്നേ? എന്നിട്ട് ഇവിടെ വന്നപ്പോ സായിപ്പിനെ കണ്ടപ്പോ കവാത്ത് മറന്ന പോലെ ആയി അല്ലയോ? അമ്മച്ചി എന്നതൊക്കെയായി പറയുന്നേ? ഇവിടുത്തെ തമ്മിലടി കാരണം ആ സെർവന്റ് രാധ സ്ഥലം വിട്ടു. കുഞ്ഞിന്റെ സകല കാര്യങ്ങളും ഞാൻ തന്നെ നോക്കണ്ടായോ? അങ്ങോട്ട് വരാനായിട്ട് ഇറങ്ങാൻ നോക്കുമായിരുന്നു ഞാൻ. ഓ, നോക്കുവായിരുന്നു. എടാ, നിനക്കൊരു കൊച്ചുണ്ടെങ്കി അതിന്റെ കാര്യങ്ങളൊക്കെ നോക്കണത് നിന്റെ ഭാര്യയാ. അതെന്നാ നീ ഇവിടെ കൊണ്ട് ചെയ്യിക്കാത്തെ? ഈ നാട്ടിലെ പോലീസുകാരൊന്നും കൊച്ചുങ്ങളെ നോക്കത്തില്ലയോ? ഇപ്പം മനസ്സിലായി ഈ വരവിന്റെ ഉദ്ദേശം. എന്നാ മനസ്സിലായെന്നാ? ഒന്നും മിണ്ടാതുള്ള ഈ നിൽപ്പ് എല്ലാം പറയുന്നുണ്ടല്ലോ. പിന്നെന്താ മനസ്സിലാക്കാൻ ഇത്ര പ്രയാസം? അമ്മച്ചി മോനും കൂടെ പ്ലാൻ ചെയ്ത് എന്റെ നേരെ ഒരു ആക്രമണം. പക്ഷേ അതൊന്നും ഇനി വിലപ്പോവില്ല അമ്മച്ചി. സ്നേഹത്തിന്റെ മുമ്പിൽ ഞാൻ തോക്കും. പക്ഷേ ഇത്തരം വിരട്ടിലോടൊന്നും ഞാൻ തോറ്റു കൊടുക്കില്ല. ഞാൻ എന്റെ ജീവിതത്തിൽ ഒരിക്കലും ഇഷ്ടപ്പെടാത്തൊരു സ്ത്രീയുടെ കുഞ്ഞിനെയാ ബോബൻ പോറ്റി വളർത്തുന്നേ. ടീന പ്രസവിച്ച കുഞ്ഞ്. കൊച്ചു കുഞ്ഞിനോട് പക കാട്ടുന്ന വൃത്തികെട്ട മനസ്സൊന്നും അല്ല എന്റേത്. പക്ഷെ ആ കുഞ്ഞിനെ സ്നേഹിക്കാനോ എടുത്ത് ഓമനിക്കാനോ എനിക്ക് പറ്റില്ല. അത് മാത്രമല്ല, ആ കുഞ്ഞ് ബോബന്റേതല്ല, റിച്ചാർഡിന്റേതാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ആ കുഞ്ഞിന്റെ കാര്യം നോക്കാൻ വേലക്കാരി തന്നെ വേണ്ടിവരും. സെലീന, നീ വേറെ എന്നാ പറഞ്ഞാലും ഞാൻ സഹിക്കും. പക്ഷേ എന്റെ കുഞ്ഞ് വേറൊരുത്തന്റെ ആണെന്ന് മാത്രം പറയരുത്. ദാ നിൽക്കുന്നു എന്നോടത് പറഞ്ഞ ആള്. അമ്മച്ചിക്ക് നല്ല ബോധ്യമുണ്ട് കുഞ്ഞ് റിച്ചാർഡിന്റെ ടീനയുടെ ആണെന്ന്. നീ അങ്ങനെ കാട് കയറി വിഷയം മാറ്റണ്ട. ഞാൻ പറഞ്ഞു വന്നത് ഇതൊന്നുമല്ല. ഇത് തന്നെയാണല്ലോ. അല്ല, ഇവന്റെ അപ്പച്ചന്റെ കാര്യ. ഇപ്പൊ ഇച്ചിരി സുഖം ഉണ്ടേലും മുഴുപ്രാന്തരായി നടക്കുമായിരുന്നു. രാജാവിനെ പോലെ നാട് വാണിരുന്ന ആ മനുഷ്യൻ. അതിന് കാരണക്കാരി നീ ഒറ്റ പണ്ടേയുള്ള പകവെച്ച് എന്റെ ഇച്ചായനെ കള്ളക്കേസി കുടുക്കി ഇടം വലം തിരിയാൻ സമ്മതിക്കാതെ കെട്ടിയിട്ടു. നിലതെറ്റിയപ്പോ ഭ്രാന്തനായി എന്റെ ഇച്ചായൻ. ആ മഹാപാപത്തിന് നിനക്ക് കിട്ടിയ ശാപവാടി ഈ ജന്മം നിനക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകത്തില്ലെന്നത്. ഇറങ്ങി വാടാ, നിന്ന് പരിങ്ങാതെ. ഞാനൊന്ന് അമ്മച്ചിയോടൊപ്പം പോയച്ചും വരാം. പെറ്റമ്മച്ചിയെ കളയാൻ നോക്കുവോ? ഒന്ന് നിന്നേ. ആ പറഞ്ഞതിനർത്ഥം ഭാര്യയെ കളയാന്നല്ലേ? അല്ല, ഇല്ല വചനം പറയരുത്. നിങ്ങൾ രണ്ടാൾ കൂടി എന്നെ ഇങ്ങനെ ശ്വാസം മുട്ടിക്കരുത്. എനിക്ക് ജീവിതം തന്നെ മടുത്തു. ഇങ്ങനെയാണേൽ അധികകാലമൊന്നും ഞാൻ ജീവിച്ചിരിക്കത്തില്ല. നേരാമണ്ണം ഉറങ്ങിയിട്ട് എത്ര ദിവസമായെന്നറിയാ പങ്കി. കണ്ണടച്ചാലും നിന്നെ എൻ്റെ കണ്ണിൽ തെളിയുക. പിന്നെ എങ്ങനെയാ ഞാൻ ഉറങ്ങുന്നേ? എന്നെ ഒന്ന് വിശ്വസിക്കുക. നിന്നെ ഒരിക്കലും ഞാൻ ചതിച്ചിട്ടില്ല.
സോഫി എൻ്റെ യജമാനത്തെയാ. യജമാനത്തോടുള്ള നന്ദി കാട്ടാനാ ഞാൻ ഇങ്ങനെയുള്ള കോപ്രായങ്ങളൊക്കെ കാട്ടിക്കൂട്ടിയത്. അല്ലാതെ നിന്നെ വെറുത്തിട്ടോ നിന്നോട് സ്നേഹമില്ലാഞ്ഞിട്ടൊന്നും അല്ല. ജോയിച്ചേട്ടന് ഇപ്പൊ എന്താ വേണ്ടത്? എനിക്ക് നിന്നെ വേണം പങ്കി. നീ ഇല്ലെങ്കിൽ ഞാൻ മരിച്ചു പോകും. ആ വീടിപ്പം നരക. നീ പോയ പിന്നെ അതാ അവസ്ഥ. നിന്നെക്കുറിച്ച് ഞാൻ എന്തെങ്കിലും മിണ്ടിപ്പോയാ ഉടനെ സോഫി വാളെടുക്കും. ഇപ്പോൾ ഞാനും തിരിച്ചു പറയാൻ തുടങ്ങിയിരിക്കുക. എപ്പോഴാ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുന്നെന്ന് നോക്കിയിരിക്കുക ഞാൻ. പിന്നെന്തിനാ അവിടെ നിൽക്കുന്നേ? എങ്ങോട്ടെങ്കിലും മാറരുതോ? അതും എനിക്ക് പറ്റുന്നില്ല പങ്കി. ഒറ്റക്കിട്ടച്ച് പോയാൽ വല്ല കടുങ്കയും ചെയ്യുന്നുള്ള പേടിയാ എനിക്ക്. സോഫി അതിനൊന്നും മടിക്കുകയല്ല. ഞാനിപ്പോ എന്താ വേണ്ടേ? എൻ്റെ ഒപ്പം പാർവതി ഡോക്ടർ അടുത്തേക്ക് വരണം. നിന്നെ അവിടെ ഏൽപ്പിച്ച എനിക്ക് പാതി സമാധാനമാവും. പിന്നെ വന്നും പോയി ഇരുന്നാലും കുഴപ്പമില്ല. എന്നിട്ട് നീ നമ്മുടെ കുഞ്ഞിനെ പറയണം. ശരി, പെറ്റു കഴിഞ്ഞാ പിന്നെ നമ്മള് വേറൊരു ചെറിയ വീട് വാടകയ്ക്കെടുത്ത് അങ്ങോട്ട് മാറും. ഉറപ്പാണോ? ഉറപ്പ്. കർത്താവിനെ പിടിച്ച് ആണിടുക. എനിക്ക് നീയും നമ്മുടെ കുഞ്ഞും മാത്രം മതി. അതിൻ്റെ സുഖവും സന്തോഷവും മതി. ശരി, എങ്കിൽ ഞാൻ പാർവതി ചേച്ചിയുടെ ക്ലിനിക്കിൽ വരാം. പക്ഷെ ഇപ്പൊ പറഞ്ഞ വാക്ക് ജോയിച്ചേട്ടൻ എപ്പോഴും ഓർക്കണം. മറക്കത്തില്ല പങ്കി, മറക്കാൻ പറ്റില്ല. കുടുംബത്തെ മറക്കാൻ ഈ ജോയിക്കുട്ടിക്ക് പറ്റില്ല പങ്കി. പങ്കി, നീ പോയത് പിന്നെ എൻ്റെ മനസ്സ് കത്തിക്കരിയ. നീ എന്താ അതറിയാത്തെ? അപ്പോ എന്റെ മനസ്സോ ജോയിച്ചേട്ടാ? ജോയിച്ചേട്ടൻ്റെ കുഞ്ഞിനെ വയറ്റിലിട്ട് ഈ പങ്കി എത്ര ദിവസം പട്ടിണി കിടന്നെന്നോ? ഒന്നടുത്ത് കാണാൻ, ആ കൈകൊണ്ട് എൻ്റെ ഈ വയറൊന്ന് തടവാൻ, നമ്മുടെ കുഞ്ഞിൻ്റെ അനക്കം ചെവി വെച്ച് കാതോർക്കാൻ ഒക്കെ ഞാൻ എന്തുമാത്രം കുറിച്ചിട്ടുണ്ടെന്ന് ജോയിച്ചേട്ടൻ അറിയോ? പങ്കി, ഇത്രയും സ്നേഹം മനസ്സിൽ വെച്ചോണ്ട് നീ എന്തിനാ പങ്കി എൻ്റെ അടുത്ത് ഇങ്ങനെ അകന്നു കഴിഞ്ഞത്? ജോയിച്ചേട്ടാ, സ്വപ്നത്തിൽ പോലും തൻ്റെ ഭർത്താവിനെ മറ്റൊരാൾ ആഗ്രഹിക്കുന്നത് സ്നേഹമുള്ള ഒരു ഭാര്യയും സഹിക്കത്തില്ല. മറിച്ചു അങ്ങനെ തന്നെ. ആണോ? എങ്കിൽ ഈ ജോയിച്ചേട്ടന് വേണ്ടി എപ്പോഴും നൊന്ത് പ്രാർത്ഥിച്ച് കഴിയുന്നവളാ ഈ പങ്കി. ഈ കാലയിൽ ഒരു മുള്ളു പോലും കൊള്ളരുതെന്ന് പ്രാർത്ഥിക്കാതെ ഒരു ദിവസം പോലും ഞാൻ ഉറങ്ങാറില്ല. പങ്കി, ജോയിച്ചേട്ടാ, കരയില്ലേ പങ്കി. സോഫി, എല്ലാം നഷ്ടപ്പെട്ടിട്ടും നീ എന്തിനാ ഇങ്ങനെ ജീവിക്കുന്നേ? കഴിഞ്ഞു പോയതൊക്കെ ഓർക്കുന്നുണ്ടോ നീ? ഇടയ്ക്കെപ്പോഴോ നീ അനന്തേട്ടനെയും മറന്നു അല്ലേ? എല്ലാ സ്നേഹവും നിനക്കായി തന്നവരൊക്കെ ഇപ്പൊ എവിടെ? അവരെയൊക്കെ മറന്നിട്ടല്ലേ നീ ജോയിച്ചായനോടൊപ്പം പോയത്? താണ നിലത്തെ നീരോടൂന്ന് എന്നെ പഠിപ്പിച്ച ജീവിതമാണ് എന്നോട് ഇങ്ങനെയൊക്കെ പറയുന്നേ. സ്നേഹം കിട്ടുന്നിടത്തേക്ക് ഏത് സ്ത്രീയും ചായും. അതിത്ര വലിയ തെറ്റാണോ? 1000 അനുഭവങ്ങളുടെ ചാട്ടവാറടി ഏറ്റിട്ടും നിനക്ക് ഇപ്പോഴും തെറ്റും ശരിയും തിരിച്ചറിയാൻ കഴിയുന്നില്ല. കഷ്ടം തന്നെ. കഴിഞ്ഞതൊക്കെ ഒരു സ്വപ്നം പോലെ മറക്കാൻ ശ്രമിക്കുക. നിന്നെ സ്നേഹിക്കുന്നവരെ നീ ഉപേക്ഷിച്ചപ്പോ മുതൽ ദൈവത്തിന്റെ മുന്നിൽ നീ തെറ്റുകാരിയായി. ജോയിച്ചായനോടൊപ്പം നീ ജീവിച്ചു തുടങ്ങിയപ്പോ എന്നെങ്കിലും ഒരിക്കൽ ഇങ്ങനെ എല്ലാം നഷ്ടപ്പെട്ടവളായി നിൽക്കേണ്ടി വരുമെന്ന് മനസ്സിൽ കണക്ക് കൂട്ടേണ്ടതായിരുന്നു. തീക്കനലിൽ നിൽക്കുന്ന ഒരു പെണ്ണിന്റെ ശാപം നിന്റെ തലയ്ക്ക് മുകളിൽ തൂങ്ങി നിൽക്കുന്നുണ്ട്. അത് പൊട്ടി വീഴാറായി. സൂക്ഷിച്ചോ നീ. ആ കുറ്റം ഞാൻ ഏൽക്കുന്നു. പക്ഷെ ആരെയും ശാശ്വതമായി വെറുത്തവളല്ല ഞാൻ. അനന്തേട്ടന്റെ ഘാതകനെ ഒഴികെ.
ഇപ്പോഴും എല്ലാവരെയും സ്നേഹിക്കുക മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ. സ്നേഹം ആർക്ക് വേണോ അത്? നീ സ്നേഹിച്ചവരൊക്കെ നിന്നെ ചതിച്ചു. ഇനി എന്തിനിങ്ങനെ ജീവിക്കുന്നു? മരിക്കരുതോ നിനക്ക്?